So this is Xiaomi's latest entry-level phone, Redmi 10A. Let's unbox. This is the box. Phone മാറ്റി വെക്കാം, documentation, micro USB cable, 10-watt charger, and finally SIM ejector pin. നമുക്ക് പെട്ടെന്ന് ഈ ഫോണിന്റെ സ്പെസിഫിക്കേഷൻസ് നോക്കാം. അതിനുശേഷം ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം. പക്ഷെ അതിനു മുമ്പ് കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് റോൾ. പ്ലാസ്റ്റിക്കിന്റെ ബിൽഡിലാണ് വരുന്നത്. 6.53 ഇഞ്ചിന്റെ 60 ഹെർട്സിന്റെ HD+ TFT പാനലാണ് കൊടുത്തിരിക്കുന്നത്. മീഡിയടെക്കിന്റെ ഹീലിയോ G25 ആണ് ചിപ്സെറ്റ്. 3GB 32GB 4GB 64GB ആണ് റാം സ്റ്റോറേജ് വേരിയൻസ്. 13 മെഗാ പിക്സലിന്റെ റിയർ ക്യാമറ, 5 മെഗാ പിക്സലിന്റേതാണ് സെൽഫി ക്യാമറ, 5000 mAh ബാറ്ററി, 10 വാട്ടിന്റെ ചാർജറാണ് ബോക്സിൽ വരുന്നത്. സോ സ്പെസിഫിക്കേഷൻസ് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും വളരെ ബേസിക് എൻട്രി ലെവൽ സ്മാർട്ട് ഫോൺ ആണ്. ഓക്കെ, സോ ഞാൻ ആ പോയിന്റ് ഓഫ് വ്യൂ എന്നാണ് എൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ പോകുന്നത്. ബിൽഡ് നോക്കുകയാണെങ്കിൽ കയ്യിൽ ഹോൾഡ് ചെയ്യുമ്പോൾ അങ്ങനെ ചീപ്പായ ഫീലൊന്നുമില്ല. ഓക്കെ, അത്യാവശ്യം നല്ല ബിൽഡ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ബാക്കിൽ ആ ഒരു വര ഡിസൈൻ വരുന്നുണ്ട്, അതായത് ഈ ലൈൻ ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത്. ഞാൻ ക്ലോസപ്പ് കാണിച്ചു തരാം. 3 കളർ ഓപ്ഷൻസിലാണ് വരുന്നത്, ബ്ലൂ, ഗ്രേ ആൻഡ് ബ്ലാക്ക്. പിന്നെ വ്യത്യസ്തമായ ഒരു ക്യാമറ മോഡലാണ് കൊടുത്തിരിക്കുന്നത്. ലേശം വലിയ ക്യാമറ മോഡ്യൂളാണ്. ഓക്കെ, നോർമലി ഈ പ്രൈസ് സെഗ്മെന്റിൽ ചെറിയ ക്യാമറ മോഡൽസ് ആയിരിക്കും. ഈ ക്യാമറ മോഡ്യൂളിലാണ് ഫിംഗർ പ്രിന്റ് സ്കാനർ കൊടുത്തിരിക്കുന്നത്. ഫിംഗർ പ്രിന്റ് സ്കാനർ പെർഫോമൻസ് ഓക്കെ ആണ്. അങ്ങനെ ഭയങ്കരമായ ഫാസ്റ്റ് പെർഫോമൻസ് അല്ല, പക്ഷെ വർക്ക് ആവുന്നുണ്ട്. ഈവൻ ഫേസ് അൺലോക്ക് ഫീച്ചറും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വർക്ക് ആവുന്നുണ്ട്. സൂപ്പർ ഫാസ്റ്റ് പെർഫോമൻസ് പ്രതീക്ഷിക്കരുത്, എൻട്രി ലെവൽ സ്മാർട്ട് ഫോൺ ആണ്. പക്ഷേ ഈ രണ്ട് ഫീച്ചേഴ്സും വർക്ക് ആവുന്നുണ്ട് നല്ലോണം. 194 ഗ്രാം ആണ് വെയിറ്റ്. സോ സൂപ്പർ ഹെവി അല്ല, സൂപ്പർ ലൈറ്റും അല്ല, ആവറേജ് വെയിറ്റ് ആണ് വരുന്നത്. പിന്നെ കയ്യിൽ ഹോൾഡ് ചെയ്യുമ്പോഴും അങ്ങനെ വലിയ പ്രോബ്ലം ഒന്നുമില്ല. കർവ്ഡ് എഡ്ജസ് ഒക്കെയാണ് വരുന്നത്. സോ കയ്യിൽ ഹോൾഡ് ചെയ്യുമ്പോഴും കംഫർട്ടബിൾ ഫീലാണ് കിട്ടുന്നത്. ഫോണിന്റെ പ്രൈസ് വെച്ച് നോക്കുമ്പോൾ ഐ എം ഓക്കെ വിത്ത് ദ ബിൽഡ് ക്വാളിറ്റി. ഡിസ്പ്ലേ ക്വാളിറ്റിയും ഓക്കെ ആണ്. 720p ഡിസ്പ്ലേ ആണ്. സോ ആ ഒരു റെസൊല്യൂഷൻ, ആ ഒരു ക്രിസ്പ്നെസ് പ്രതീക്ഷിച്ചാൽ മതി. അങ്ങനെ ക്ലാരിറ്റി കുറവൊന്നുമില്ല കേട്ടോ. ഈ പ്രൈസ് പോയിന്റ് വെച്ച് നോക്കുമ്പോൾ ഐ ആം ഹാപ്പി. ഓക്കെ, പിന്നെ ബ്രൈറ്റ്നസ് ഒക്കെ ലിമിറ്റഡ് ആണ്. 400 നിറ്റ്സിൻ്റെ ബ്രൈറ്റ്നസ് ആണ് വരുന്നത്. ഇൻഡോർ യൂസിൽ അങ്ങനെ വലിയ ഇഷ്യൂ ഒന്നുമില്ല. വീട്ടിനുള്ളിലൊക്കെ ആണെങ്കിൽ ബ്രൈറ്റ്നസ് ഇസ് സഫീഷ്യൻറ്റ്. പക്ഷേ പുറത്തൊക്കെ കൊണ്ടുപോകുമ്പോൾ ഭയങ്കര വെയിലൊക്കെ ആണെങ്കിൽ ബ്രൈറ്റ്നസ് ലേശം കുറവായിട്ട് തോന്നും. ഡിസ്പ്ലേൻ്റെ ടോപ്പ് സെൻറ്ററിൽ ഡ്യൂ ഡ്രോപ്പ് നോച്ച് ആണ് വരുന്നത്. ഈ പ്രൈസ് സെഗ്മെൻറ്റിൽ ഡ്യൂ ഡ്രോപ്പ് നോച്ച് ആണ് നോർമലി കിട്ടാറുള്ളത്. സോ ഇവിടെ തന്നെയാണ് വന്നിരിക്കുന്നത്. ബെസൽസ് നോക്കുകയാണെങ്കിൽ ബോട്ടം ചിൻ അത്യാവശ്യമുണ്ട്. നല്ല തിക്ക് ബോട്ടം ചിൻ ആണ് വരുന്നത്. യൂട്യൂബിൽ 1080p വീഡിയോസ് പ്ലേ ചെയ്യാൻ കഴിയും. സോ ഫുൾ HD റെസൊല്യൂഷൻ വീഡിയോസ് പ്ലേ ചെയ്യാൻ കഴിയുന്നുണ്ട്. പക്ഷേ ഡിസ്പ്ലേ റെസൊല്യൂഷൻ 720p HD ആയതുകൊണ്ട് ആ ഒരു ക്ലാരിറ്റി പ്രതീക്ഷിച്ചാൽ മതി. പിന്നെ വൈഡ് വൈൻ L3 സപ്പോർട്ടാണ് കൊടുത്തിരിക്കുന്നത്. സോ ആമസോൺ പ്രൈം ആണെങ്കിലും നെറ്റ്ഫ്ലിക്സ് ആണെങ്കിലും നോർമൽ സ്റ്റാൻഡേർഡ് ഡെഫിനേഷനിലാണ് പ്ലേ ആവുന്നത്. ഫോണിൻ്റെ ടോപ്പിൽ ഹെഡ്ഫോൺ ജാക്ക് കൊടുത്തിട്ടുണ്ട്. പെർഫോമൻസ് ഇസ് ഓക്കെ. പിന്നെ ബോട്ടം ഫയറിംഗ് സ്പീക്കേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അതും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. അതായത് ഈ പ്രൈസ് റേഞ്ചിൽ പ്രതീക്ഷിക്കുന്ന ഒരു സൗണ്ട് ക്വാളിറ്റി, ഓഡിയോ ഔട്ട്പുട്ട് ഇവിടെ കിട്ടുന്നുണ്ട്. എൻട്രി ലെവൽ ക്യാമറ സെറ്റപ്പ് ആണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, 13 മെഗാ പിക്സലിൻ്റെയാണ് റിയർ ക്യാമറ. സെൽഫി ക്യാമറ 5 മെഗാ പിക്സലിൻ്റേതാണ്. സോ ആ ഒരു പെർഫോമൻസ് പ്രതീക്ഷിച്ചാൽ മതി. ഞാൻ കൂടുതൽ ഡൈനാമിക് റേഞ്ചും കളർ കാലിബ്രേഷനും ഒന്നും മെൻഷൻ ചെയ്യുന്നില്ല. ക്യാമറ വരുന്നുണ്ട്, ഫോട്ടോസ് എടുക്കാം. നോർമൽ സീനറി ഒക്കെ ആണെങ്കിൽ കളേഴ്സൊക്കെ ഓക്കെ ആണ്. ഹ്യൂമൻ സബ്ജക്റ്റിൻ്റെ ഫോട്ടോസൊക്കെ വരുമ്പം കളർ അങ്ങോട്ടും ഇങ്ങോട്ടും ലേശം മാറുന്നുണ്ട്. സ്റ്റിൽ ഇറ്റ്സ് ഓക്കെ. ഇതിൻ്റെ പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുമ്പോൾ ഞാൻ കൂടുതൽ കംപ്ലയിൻറ്റ് ചെയ്യുന്നില്ല. സെൽഫി ക്യാമറ ബെറ്റർ ആണ്. ആക്ച്വലി ഈ പ്രൈസ് പോയിന്റിൽ നിന്ന് ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും ബെറ്റർ സെൽഫി ക്യാമറ പെർഫോമൻസ് കിട്ടിയിട്ടുണ്ട്, സ്പെഷ്യലി ഫോട്ടോസിൽ. വീഡിയോസ് നോക്കുകയാണെങ്കിൽ ലൈവ് ഫീഡ് കാണുമ്പോൾ ഓക്കെ ആയിട്ട് തോന്നും. പക്ഷേ പ്രോസസ്സായി വരുമ്പോഴേക്കും കണ്ടമാനം ഷാർപ്പണിങ് കയറി വരുന്നുണ്ട്. ഫേസിലൊക്കെ നല്ല ഷാർപ്പണിങ് കാണാം. ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. റിയർ ക്യാമറ, സെൽഫി ക്യാമറ, ഫോട്ടോ, വീഡിയോ എല്ലാം ഷെയർ ചെയ്യുന്നുണ്ട്. കണ്ടു നോക്കുക. ഓക്കെ, സെൽഫി ക്യാമറ ആണെങ്കിലും റിയർ ക്യാമറ ആണെങ്കിലും മാക്സിമം 1080p at 30 fps ആണ് മാക്സിമം വീഡിയോ റെസൊല്യൂഷൻ. ഞാൻ പറഞ്ഞതുപോലെ ഒരു എൻട്രി ലെവൽ സ്മാർട്ട് ഫോൺ ആണ്. അതുകൊണ്ട് എൻട്രി ലെവൽ ക്യാമറ സ്പെസിഫിക്കേഷൻസ് ആണ് വന്നിരിക്കുന്നത്. സോ ഒരു എൻട്രി ലെവൽ ക്യാമറ പെർഫോമൻസ് പ്രതീക്ഷിച്ചാൽ മതി. ഫോട്ടോ ആണെങ്കിലും വീഡിയോ ആണെങ്കിലും ഞാൻ രണ്ടും ഷെയർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഡിസൈഡ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇറ്റ്സ് ഓക്കെ. സോ ഈ ഫോണിൻ്റെ പെർഫോമൻസ് എങ്ങനെയുണ്ട്? എൻട്രി ലെവൽ ഫോൺ ആയതുകൊണ്ട് ഞാൻ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂ ആണ് റിവ്യൂ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, എനിവേ പെർഫോമൻസ് ഇസ് ഓക്കെ എന്ന് പറയാൻ പറ്റും. MI UI ഭയങ്കര ഹെവിയായ ഒരു UI ആണ്. സോ G25 ചിപ്സെറ്റൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും ലാഗും ജിറ്റേഴ്സൊക്കെ വരുന്നുണ്ട്. ഒരു മയത്തിലൊക്കെ നിങ്ങളിത് യൂസ് ചെയ്താൽ വലിയ ഇഷ്യൂ ഒന്നും ഇല്ല കേട്ടോ. പക്ഷേ ഭയങ്കരമായ ആപ്ലിക്കേഷൻ ക്ലോസും ഓപ്പനും അങ്ങോട്ടും ഇങ്ങോട്ടും സംഭവം ചെയ്യാൻ നോക്കിയാൽ ചെറിയ ജിറ്റേഴ്സും ലാഗ്സൊക്കെ എന്തായാലും വരുന്നുണ്ട്. 95% ഓക്കെ ആണ്. 5% അവിടെ ഇവിടെ ആ ഒരു ഞാൻ പറഞ്ഞ ജിറ്റേഴ്സും ലാഗ്സും വരുന്നുണ്ട്. 2+1 ഡെഡിക്കേറ്റഡ് സിം സ്ലോട്ട് ആണ് കൊടുത്തിരിക്കുന്നത്. അതായത് നിങ്ങൾക്ക് 2 സിമ്മും ഒരു SD കാർഡും ഒരുമിച്ച് യൂസ് ചെയ്യാൻ കഴിയും. ദാറ്റ്സ് നൈസ്. പിന്നെ ഈ 2 സിം സ്ലോട്ടിലും ഒരുമിച്ച് നിങ്ങൾക്ക് 4G യൂസ് ചെയ്യാൻ പറ്റും. സോ ഡ്യുവൽ 4Gൻ്റെ ഫീച്ചറും വരുന്നുണ്ട്. മീഡിയടെക്കിൻ്റെ ഏറ്റവും ബേസിക് G25 ചിപ്സെറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. സോ ഗെയിമിങ്ങിനെ കുറിച്ച് ഞാൻ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. നോർമൽ കാഷ്വൽ ലെവൽ ഗെയിമിംഗ്, ഫോർ എക്സാമ്പിൾ സബ്വേ സർഫർ ആണെങ്കിലും ടെമ്പിൾ റൺ, അതൊക്കെ ഈസിലി കളിക്കാൻ പറ്റുന്നുണ്ട്. അതിൽ വലിയ ഇഷ്യൂ ഒന്നുമില്ല. ഓക്കെ, പക്ഷേ ഹെവി ഗെയിംസ് ഒക്കെ ട്രൈ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ഔട്ട് ഓഫ് ദ ബോക്സ് Android 11 ആണ് കൊടുത്തിരിക്കുന്നത് വിത്ത് MI UI 12.5. സോ എൻട്രി ലെവൽ ഫോൺ ആണ്. ഇറ്റ്സ് ഓക്കെ. അതായത് ഈവൻ ഷവമിയുടെ മിഡ് റേഞ്ച്, പ്രീമിയം മിഡ് റേഞ്ച് ഫോൺസിലും Android 11 ആണ് വരുന്നത്. അത് വെച്ച് നോക്കുമ്പോൾ ഇതും ഓക്കെയാണ്. Android 11 ആണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ഓൺ ദ ഫേസ് ആഡ്സ് ഒന്നും ഞാൻ കണ്ടില്ല. പക്ഷേ
ഇതിൻ്റെ മിൻറ്റ് കീബോർഡിൻ്റെ ഉള്ളിൽ ആഡ്സ് ഒളിച്ചിരിപ്പുണ്ട്. അതായത് നമ്മൾ എന്തെങ്കിലും ടൈപ്പ് ചെയ്യുമ്പോൾ മേളിൽ ഒരു ബാർ ഉണ്ട്, കണ്ടമാനം ആഡ്സ് കാണിക്കുന്നുണ്ട്. പല പല ആപ്ലിക്കേഷൻസും പല പല വെബ്സൈറ്റുകളുടെ ആഡ്സ് ആണ് വരുന്നത്. സോ സെറ്റിങ്സിൽ പോയിട്ട് കീബോർഡ് ഓപ്ഷൻ എടുത്തിട്ട് മിൻറ്റ് മാറ്റിയിട്ട് ജീബോർഡ് ആക്കിക്കോളൂ, അതായിരിക്കും ബെസ്റ്റ് ഓപ്ഷൻ. അതിൽ ആഡ്സ് ഒന്നും വരുന്നില്ല. 5000 mAh ബാറ്ററിയാണ് വരുന്നത്. സോ നല്ലൊരു ബാറ്ററി ബാക്കപ്പ് കിട്ടും. ഓക്കെ, അതിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ ഇഷ്യൂ ഒന്നും വരാൻ പോകുന്നില്ല. 1 day 1.5 day എന്തായാലും പോകുന്നുണ്ട്. പക്ഷേ 10 വാട്ടിൻ്റെ ചാർജറാണ് കൊടുത്തിരിക്കുന്നത്. സോ തീർച്ചയായിട്ടും ഏകദേശം 3 മണിക്കൂർ എടുക്കും ഫോൺ ഫുൾ ചാർജ് ആവാൻ, അതായത് 0 to 100% എത്താൻ വേണ്ടി. എൻട്രി ലെവൽ സ്മാർട്ട് ഫോൺ ആയതുകൊണ്ട് കാരിയർ അഗ്രിഗേഷൻ സപ്പോർട്ട് ചെയ്യുന്നില്ല. ഈവൻ ഡ്യുവൽ ബാൻഡ് വൈഫൈയുടെ ഫീച്ചറും വരുന്നില്ല, അതായത് സിംഗിൾ ബാൻഡ് വൈഫൈയിലേക്ക് മാത്രമേ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. നോർമൽ വൈബ്രേഷൻ ഹാപ്റ്റിക് ഫീഡ്ബാക്ക് ആണ് കൊടുത്തിരിക്കുന്നത്. വൈഫൈ കോളിംഗിൻ്റെ ഫീച്ചറും വരുന്നുണ്ട്. സാർ വാല്യൂവും ഓക്കെ ആണ്. 3 GB 32 GB പ്രൈസാണ് 8500 രൂപ. 4 GB 64 GB പ്രൈസാണ് 9500 രൂപ. ഓക്കെ, സോ ഈ ഫോൺ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ലാസ്റ്റ്, അതായത് 2020 ഇറങ്ങിയ റെഡ്മി 9A നോക്കുകയാണെങ്കിൽ അങ്ങനെ ഭയങ്കരമായ വ്യത്യാസമൊന്നുമില്ല. 2 വ്യത്യാസങ്ങളാണ്. ഫസ്റ്റ് ആണ് ബാക്കിൻ്റെ ഒരു ഡിസൈൻ മാറിയിട്ടുണ്ട്. അതിൽ വേറെ ഡിസൈൻ ആയിരുന്നു, ഇവിടെ വേറെ ഡിസൈനാണ് വന്നിരിക്കുന്നത്. പിന്നെ ഒരു അഡീഷണൽ ഫീച്ചർ വന്നിട്ടുണ്ട്, അതാണ് ഫിംഗർ പ്രിൻറ്റ് സ്കാനർ. 9A ഫിംഗർ പ്രിൻറ്റ് സ്കാനർ ഇല്ലായിരുന്നു, ഇവിടെ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ വന്നിട്ടുണ്ട്. ഒരു വ്യത്യാസം കൂടിയുണ്ട്, ഇവിടെ ഔട്ട് ഓഫ് ദ ബോക്സ് ആൻഡ്രോയിഡ് 11 ആണ് വരുന്നത്, അവിടെ ആൻഡ്രോയിഡ് 10 ആയിരുന്നു. ഓക്കെ, ഒരു സംഭവം പോയിന്റ് ഔട്ട് ചെയ്യണമെന്നുണ്ടായിരുന്നു, അതായത് മൈക്രോ USB ചാർജിങ് സ്ലോട്ടാണ് കൊടുത്തിരിക്കുന്നത്. അത് ഷവോമി മാത്രമല്ല കേട്ടോ, എനിക്കത് മറ്റ് ബ്രാൻഡുകളും എൻട്രി ലെവൽ സ്മാർട്ട് ഫോൺസിൽ ഇപ്പോഴും മൈക്രോ USB സ്ലോട്ടാണ് തരുന്നത്. അത് വളരെ മോശമാണ്. 1000 രൂപ വില വരുന്ന TWSൻ്റെ കേസിൽ വരെ ടൈപ്പ് C ചാർജിങ് സ്ലോട്ട് വരുന്നുണ്ട്. ഇത് നിങ്ങളുടെ ഫസ്റ്റ് ഫോൺ ആണെങ്കിൽ അത് ഓക്കെയാണ്, വലിയ പ്രോബ്ലം ഇല്ല. പക്ഷേ നിങ്ങളുടെ വീട്ടുകാരുടെ കയ്യിൽ മിക്കവാറും കുറച്ചുകൂടി വില കൂടിയ ഫോൺ ആണെങ്കിൽ, സ്പെഷ്യലി നിങ്ങളിത് കുട്ടികൾക്ക് വാങ്ങിച്ചു കൊടുക്കുകയാണെങ്കിൽ, മുതിർന്നവർക്ക് വാങ്ങിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ, സോ ഇതിനു വേണ്ടി മാത്രമായിട്ട് ഒരു മൈക്രോ USB ചാർജിങ് കേബിൾ കൊണ്ട് നടക്കേണ്ടി വരും. 10 വാട്ടിൻ്റെ ചാർജിങ് മാത്രമേ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. ദാറ്റ്സ് ഓക്കെ, എൻട്രി ലെവലിൽ ദാറ്റ്സ് ഓക്കെ. പക്ഷേ ടൈപ്പ് C ചാർജിങ് പോർട്ട് ഉണ്ടായിരുന്നെങ്കിൽ മറ്റ് ഫോൺസിൻ്റെ ചാർജർ വെച്ചും ചാർജ് ചെയ്യായിരുന്നു. കാരണം മിക്ക എല്ലാ ചാർജേഴ്സും 10 വാട്ട് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടെ മൈക്രോ USB ആയതുകൊണ്ട് ഇതിന് വേണ്ടിയുള്ള പ്രത്യേകം ചാർജിങ് ബ്ലോക്ക് വേണമെങ്കിൽ, അല്ലെങ്കിൽ എന്തായാലും പ്രത്യേകം ചാർജിങ് കേബിൾ എന്തായാലും കൊണ്ട് നടക്കേണ്ടി വരും. അത് റെഡ്മിയുടെ പ്രോബ്ലം അല്ല, ഈ പ്രൈസ് റേഞ്ചിൽ കിട്ടുന്ന മിക്ക എല്ലാ ഫോൺസിലും, അല്ലെങ്കിൽ ഈ എൻട്രി ലെവൽ ഫോൺസിലൊക്കെ മൈക്രോ USB ആണ്. അത് മാറ്റി ടൈപ്പ് C ആക്കാനുള്ള സമയം കഴിഞ്ഞിരിക്കുന്നു. റെഡ്മിയുടെ ഒരു ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ MIUI ഭയങ്കര ഹെവി സോഫ്റ്റ്വെയർ ആണ്. അത് ഈ കുറഞ്ഞ പവറുള്ള പ്രൊസസറിൻ്റെ കൂടെയൊക്കെ വരുമ്പോൾ നല്ല ലാഗ് കിട്ടുന്നുണ്ട്. അതാണ് ഇവിടെ കിട്ടുന്നത്. സോ MIUI ലൈറ്റ് അങ്ങനെ എന്തെങ്കിലും ഇവർ കൊണ്ടുവരികയാണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ എക്സ്പീരിയൻസ് കിട്ടുമെന്ന് എനിക്ക് തോന്നും. അങ്ങനെ ഭയങ്കരമായ മോശമായ എക്സ്പീരിയൻസ് ഒന്നുമല്ല, പക്ഷേ സ്റ്റിൽ ആ ഒരു ജിറ്റേഴ്സും ലാഗും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഓക്കെ, എനിവേ ഒരു ഡീസൻറ്റ് എൻട്രി ലെവൽ സ്മാർട്ട് ഫോൺ ആണ്, അങ്ങനെ ഭയങ്കരമായ ഇഷ്യൂസ് ഒന്നുമില്ല. ആക്ച്വലി ഈ പ്രൈസ് പോയിന്റിൽ പല ബ്രാൻഡുകളുടെ ഫോൺസിലും ഫിംഗർ പ്രിൻറ്റ് സ്കാനർ ഒന്നും വരുന്നില്ല. പിന്നെ റെസൊല്യൂഷൻ കുറച്ചും കൂടി കുറവായിരിക്കും, ക്യാമറ റെസൊല്യൂഷൻ. ആ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ നല്ലൊരു ഫോണാണ്. വളരെ ബേസിക് ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ്. ഓക്കെ, അതായത് ഫോൺ വിളിക്കാനാണെങ്കിലും ഫേസ്ബുക്ക്, വാട്സാപ്പ്, ട്വിറ്റർ, ടെലിഗ്രാം, യൂട്യൂബ് അതൊക്കെ റൺ ആവുന്നുണ്ട്. അവിടെ വലിയ ഇഷ്യൂ ഒന്നുമില്ല. ഓക്കെ, ആ പോയിന്റ് ഓഫ് വ്യൂ നോക്കിയാൽ കൊച്ചു കുട്ടികൾക്ക് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റും, മുതിർന്നവർക്ക് വേണമെങ്കിൽ വാങ്ങിച്ചു കൊടുക്കാം, നിങ്ങളുടെ സെക്കൻഡറി ഫോണായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയായിരിക്കും ഞാൻ മിക്കവാറും ഇത് റെക്കമെൻഡ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ബാക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. ദിസ് ഇസ് എ ഫ്രണ്ട് മിസ്റ്റർ പെർഫെക്റ്റ് ടെക് സൈനിങ് ഓഫ്. ഗുഡ് ബൈ.